നമസ്കാരം, സുജി കുഴുമ്പിലാണ്. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൽക്കത്തയിലാണുള്ളത്. കൽക്കത്തയിലെ പ്രസിദ്ധമായിട്ടുള്ള മല്ലി മാർക്കറ്റ് കാണുവാൻ വേണ്ടി വന്നതാണ്. അപ്പോ മല്ലി മാർക്കറ്റിലെ കാഴ്ചകളാണ് നമ്മളിനി കാണുവാൻ പോകുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൂ മാർക്കറ്റാണ് കൊൽക്കത്തയിലെ ഈ മല്ലി മാർക്കറ്റ്. ഹൗറ പാലത്തിന് അടിവശത്തായിട്ടാണ് ഈ മല്ലി മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഒരു 3-4 കിലോമീറ്ററോളം നീളത്തില് ഒരു കിലോമീറ്റർ വീതിയിലുമാണ് ഈ മല്ലി മാർക്കറ്റ് ഉള്ളത്. ഗംഭീരമായിട്ടുള്ള ആയിരക്കണക്കിന് പൂക്കളുടെ കച്ചവടം നടക്കുന്ന സ്ഥലമാണിത്. വളരെ വ്യത്യസ്തവും ഗംഭീരവുമായ കാഴ്ചകൾ നിറഞ്ഞ ഒരു സ്ഥലമാണ് ഈ കൽക്കത്തയിലെ മല്ലി മാർക്കറ്റ്. ആയിരക്കണക്കിന് വ്യത്യസ്തമായ പൂക്കളാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത്. കോടിക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് ഒരു ദിവസം ഇവിടെ നടക്കുക. അതിന്റെ വ്യത്യസ്തമായ കാഴ്ചകൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമ്മൾ ഇനി കൊൽക്കത്തയിൽ അടുത്തതായി കാണാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പുഷ്പ മാർക്കറ്റായ മല്ലിഗട്ട് മാർക്കറ്റാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്നത് ഈ ഹൗറ പാലത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. ഹൗറ പാലത്തിൻ്റെ ഭാഗത്തു നിന്ന് പടിക്കെട്ടുകൾ ഇറങ്ങി അല്പം താഴോട്ട് പോകുമ്പോഴാണ് ഈ മല്ലിഗട്ട് മാർക്കറ്റ് എന്ന സ്ഥലം കാണുവാൻ കഴിയുക. അപ്പോൾ നമ്മളങ്ങനെ മല്ലിഗട്ട് മാർക്കറ്റിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മല്ലിഗട്ട് മാർക്കറ്റിന്റെ അടുത്തേക്ക് പോകുമ്പോഴുള്ള ആദ്യ കാഴ്ചകളൊക്കെ ഇതാണ്. തികച്ചും വൃത്തിഹീനമായ ഒരു സ്ഥലത്തു കൂടിയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ കേരളീയരായ നമുക്കൊക്കെ ഇതൊരു അത്ഭുതമായി തോന്നാം. ആദ്യമായി ഈ മല്ലിഗട്ട് മാർക്കറ്റിന്റെ കാഴ്ചകളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ കൽക്കത്തയിലെ ഈ പ്രദേശം ഒരു കേരളത്തെ അപേക്ഷിച്ച് ഒരു 50 വർഷമെങ്കിലും പുറകിലാണ് എന്ന് ദുഃഖത്തോടു കൂടി പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ മല്ലിഗട്ട് പൂ മാർക്കറ്റിൻ്റെ പ്രദേശങ്ങളിലേക്ക് ഞാൻ നടക്കുകയാണ്. ഫുള്ള് ചെളി നിറഞ്ഞ ഒരു പ്രദേശം. അവിടെ അതിഗംഭീരമായ പൂക്കളുടെ വിൽപ്പനയുടെ ഒരു സുന്ദരമായ കാഴ്ചയാണ്. ഏകദേശം 3 കിലോമീറ്ററോളം നീളത്തിൽ നീണ്ടു കിടക്കുന്ന, ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം വീതിയിലും കിടക്കുന്ന ഒരു പ്രദേശമാണ് ശരിക്കും ഈ മല്ലിഗട്ട് പുഷ്പ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളങ്ങനെ അതിൻ്റെ ആദ്യ കാഴ്ചകളിലൂടെ ഇങ്ങനെ പോവുകയാണ്. റോഡിനിരുവശത്തും പൂക്കൾ വിൽക്കുന്ന ആളുകൾ. മറ്റൊരു അവിടുത്തെ ഈ സമയം കണ്ടൊരു കാഴ്ച, കേരളത്തിൽ നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന കുയില്, മയില്, ഡിയർ എന്നൊക്കെ പറഞ്ഞ സിക്കിം സർക്കാരിന്റെ ലോട്ടറിയുടെ വിൽപ്പനക്കാരനാണ്. കച്ചവടമൊന്നും അധികം ഇല്ലാന്ന് തോന്നുന്നു. അദ്ദേഹം കിടന്നുറങ്ങുകയാണ്. ഒരു ലോട്ടറി എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ ഇതിന്റെ നറുക്കെടുപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് അവിടെയെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് അതിൽ നിന്ന് ഞാൻ പിന്മാറി. അപ്പോൾ ഹൗറ പാലത്തിന്റെ തൊട്ട് താഴെ തന്നെയാണ്, ഈ കൊൽക്കത്ത സൈഡിലാണ് ഈ മല്ലിഗട്ട് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇനി മല്ലിഗട്ട് മാർക്കറ്റിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക്. അപ്പോൾ മല്ലിഗട്ട് മാർക്കറ്റിന്റെ കാഴ്ചകൾ തുടർന്ന് കണ്ടുകൊണ്ടേയിരിക്കാം. നല്ല ഭംഗിയുള്ള 100 കണക്കിന് സുന്ദര പുഷ്പങ്ങളുടെ കച്ചവടം. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള അരണമരത്തിന്റെ ഇല പോലുള്ള ഈ ഇലയുടെ കച്ചവടം. സകല സാധനവും ഇവിടെ കച്ചവടത്തിന് ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇഞ്ചിക്ക് ചവറായി വെക്കുന്ന പല വൃക്ഷത്തിന്റെ ഇലകളും ഇവിടെ വലിയ പൈസക്കാണ് വിറ്റുപോകുന്നത്. അതുപോലെ നമ്മുടെ നാട്ടിൽ കേരളത്തിലൊന്നും ഇല്ലാത്ത വ്യത്യസ്തമായ പല പുഷ്പങ്ങളും ഒക്കെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതൊക്കെ ചെറുകിട കച്ചവടക്കാർ വരിസൈഡിൽ വന്ന് കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി പൂവിന് വരുന്നവർക്ക് ഉള്ള കച്ചവടക്കാരാണ്. ഇവിടെ മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വെറുതെ വീണു പോകുന്ന ചെമ്പരത്തിപ്പൂവാണ്. ചെമ്പരത്തിപ്പൂ കാരണം
ബംഗാളിൽ ഈ കാളി ക്ഷേത്രങ്ങൾ നിരവധി ഉള്ളത് കൊണ്ട് തന്നെ ചെമ്പരത്തിപ്പൂവിന് നല്ല ഡിമാൻഡാണ്. ഒരു പൂക്കച്ചവടക്കാരന്റെ പോക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി നമ്മൾ ഈ മല്ലി മാർക്കറ്റിന്റെ യഥാർത്ഥ സ്ഥലങ്ങളിലേക്ക്, വൻ രീതിയിൽ കച്ചവടം നടക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെയാണ് കടന്നു ചെല്ലുന്നത്. വലിയ ഖനികൾ പോലുള്ള ഉൾപ്രദേശങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ പൂക്കച്ചവടം വലിയ രീതിയിൽ നടക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ പൂക്കച്ചവടമാണ് ഒരു വർഷം ഇവിടെ നടക്കുന്നത്. ഏകദേശം 3000-ഓളം തൊഴിലാളികളാണ് ഈ മല്ലിഘട്ടിലെ പൂക്കച്ചവട മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ഇത് വെളുപ്പിന് 4 മണിക്ക് ഈ മാർക്കറ്റ് തുറക്കും. ഈ മാർക്കറ്റ് കാണാൻ വരുന്ന ആളുകൾ തീർച്ചയായും ഒരു 6 മണി തൊട്ട് ഒരു 8 മണിക്കുള്ളിൽ ഇവിടെ വരണം. എന്നാലാണ് ഇവിടുത്തെ യഥാർത്ഥ കാഴ്ചകൾ നല്ല രീതിയിൽ കാണുവാൻ സാധിക്കുക. ഇപ്പോ ഇവിടെ നമുക്ക് കാണാം, തട്ടുതട്ടുകളായിട്ട് കച്ചവട സ്ഥാപനങ്ങൾ കാണാം. ഒരു 1.5 മീറ്റർ പൊക്കത്തിലൊക്കെയാണ് ഇവിടെ ഈ കടകൾ സ്ഥാപിച്ചിരിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഹൂഗ്ലി നദി തൊട്ടടുത്തായതുകൊണ്ട് തന്നെ അവിടുന്ന് മഴക്കാലത്ത് വെള്ളം ഇങ്ങോട്ട് കയറും. ആ സമയത്തും കച്ചവടം അത്യാവശ്യം നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനങ്ങൾ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ കുമ്മട്ടി കടകൾ പോലെ കുറച്ച് ഉയർത്തി പണിതിരിക്കുന്നത്. വീണ്ടും നമുക്ക് കാണാം. പൂ മാർക്കറ്റിൽ തന്നെ മറ്റ് ഒരു മനോഹരമായ കാഴ്ചയുണ്ട്. അങ്ങോട്ടാണ് ഇനി നമ്മൾ പോകുന്നത്. ഹൂഗ്ലി നദിയിലെ ഒരു ഘട്ടാണ്, ഒരു സ്നാന ഹട്ട്. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുളിക്കടവ്. അവിടെ നിന്ന് നോക്കുമ്പോൾ ഹൗറ പാലത്തിന്റെ ഗംഭീരമായ കാഴ്ച നമുക്ക് കാണാം. ഹൗറ പാലത്തിന്റെ അറ്റത്തെ ഉയരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 30 നില കെട്ടിടത്തിന്റെ ഉയരമാണ്. ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഈ ഹൗറ സ്നാനഘട്ടിൽ ആളുകൾ കുളിക്കുന്ന കാഴ്ചയാണ്. കൂടാതെ ഗംഭീരമായ ഒരു ഊഞ്ഞാല് പോലെ വലിച്ചു കെട്ടിയിരിക്കുന്ന ഹൗറ പാലത്തിന്റെ ദൂരെ നിന്നുള്ള മനോഹരമായ കാഴ്ച. ഇവിടെ ഇപ്പോൾ കാണുന്നത് ബലിതർപ്പണം നടക്കുന്ന ചടങ്ങാണ്. ആ ബലിതർപ്പണത്തിന് വേണ്ട കാര്യങ്ങളാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഹൗറ പാലത്തിന്റെ ഗംഭീരമായ കാഴ്ചകൾ നമ്മൾ ഹൗറ പാലത്തിന്റെ തൊട്ടടുത്ത് നിന്ന് കണ്ടാൽ അത്ര ശരിയാവും എന്ന് തോന്നുന്നില്ല. ഇതുപോലെ ഈ സ്നാന ഘട്ടിൽ വന്ന് നോക്കുമ്പോൾ അതിഗംഭീര മനോഹരമായ വലിയൊരു നിർമ്മിതിയുടെ സുന്ദരമായ അനുഭവം നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമായി പകർത്തുവാൻ സാധിക്കും. കുറച്ചാളുകൾ ഇവിടെ ഭക്ഷണമൊക്കെ വെച്ച് കഴിക്കുന്നുണ്ട്. കൂടാതെ ഈ കല്യാണ സമയത്ത് ചെറുക്കനും പെണ്ണുമൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഈ വീഡിയോ ഷൂട്ടിങ്ങിനും ഒക്കെ ആയി ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വീഡിയോ ഷൂട്ടിംഗ് ആണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കല്യാണ ചക്കനും പെണ്ണും ഒക്കെ അവിടെ കാണാം. ഇനി നമ്മൾ അടുത്ത കാഴ്ചകളിലേക്കാണ്. മല്ലി മാർക്കറ്റിന്റെ ഉള്ളിൽ കൂടെ ഈ വീഡിയോയുമായി എടുത്ത് ഞാൻ നടക്കുമ്പോൾ ഒരു ബ്ലോഗറാണെന്ന് പറഞ്ഞപ്പോ, ബ്ലോഗ് ചെയ്യുന്നതൊക്കെ കൊള്ളാം, പക്ഷെ രാജ്യത്തെ ഒറ്റിക്കൊടുക്കരുതെന്ന് ഇവിടുത്തെ ഒരു പൂക്കച്ചവടക്കാരൻ പറഞ്ഞത് എന്നെ വളരെയധികം എന്താ പറയണ്ടേ സ്വാധീനിച്ച ഒരു വാചകമാണ്. അത് പറയാൻ കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കുറേയധികം ബ്ലോഗർമാരെ രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്നതിന് വേണ്ടി പാകിസ്ഥാന് വേണ്ടി വിവരങ്ങൾ പകർന്നു കൊടുത്തു എന്നതിന്റെ പേരിൽ പിടിക്കപ്പെടുകയുണ്ടായി. അത് മുന്നിൽ വെച്ചിട്ടാണ് അദ്ദേഹം എന്നോട് അങ്ങനെ പറഞ്ഞത്. തീർച്ചയായും നമ്മളത് ചെയ്യില്ല എന്ന് അദ്ദേഹത്തോട് തിരിച്ച് പറയുകയും ചെയ്തു. ഇതുവരെ ഞാൻ കാണാത്ത പൂക്കൾ കൊണ്ട് നിർമ്മിച്ച മാലയുടെ കാഴ്ചകളും കണ്ട് വീണ്ടും മാർക്കറ്റിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്കാണ് ഞാൻ നടക്കുന്നത്. മൊത്തം ബഹളമയം എന്ന് പറഞ്ഞാൽ ബഹളമയം. ഭാഷ എന്ന് പറയുന്നത് ബംഗാളി ഭാഷയിലുള്ള സംസാരമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും തന്നെ മനസ്സിലാവില്ല. വല്ല ഹിന്ദിയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ഈ കാഴ്ചകൾക്കിടയ്ക്ക് നമുക്ക് ഈ മാർക്കറ്റിനെ കുറിച്ച് അല്പകാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാം. 1855 രാംമോഹൻ മല്ലിക് എന്ന ഘട്ട് നിർമ്മിച്ചതോടുകൂടിയാണ് ഈ പുഷ്പ മാർക്കറ്റിന്റെ ആരംഭം. അതായത് ഏകദേശം 175 വർഷത്തോളമാകുന്നു ഈ മാർക്കറ്റ് ഇവിടെ ആരംഭിച്ചിട്ട്. അതുകൂടാതെ മറ്റൊരു സുന്ദരമായ കാര്യം എന്ന് പറയുന്നത്, ലോകത്തിലെ 10-40ഓളം രാജ്യങ്ങളിലേക്ക് ഇവിടെ നിന്ന് പൂക്കൾ കയറ്റി അയക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നൂറുകണക്കിന് ലക്ഷക്കണക്കിന് താമര മുട്ടുകളുടെ കാഴ്ചയാണ്.
അത് ഗംഭീരമായ ഒരു എന്താ പറയണ്ടേ സുന്ദരമായ ഒരു കാഴ്ച തന്നെയാണ്. ലക്ഷക്കണക്കിന് താമരമുട്ടുകൾ ഇങ്ങനെ തരം തിരിച്ച് ഓരോരോ കെട്ടുകളാക്കി മാറ്റുന്ന അത് സുന്ദരമായ ഒരു കാഴ്ചയാണ്. ഈ ബംഗാളിന്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് ഈ പൂക്കൾ ഇവിടെ എത്തിച്ചേരുന്നത്. അതിനുശേഷം ഈ പൂക്കൾ പ്രാദേശികമായി വിൽക്കും, മൊത്തക്കച്ചവടക്കാർക്ക് കൊടുക്കും. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് നല്ലോണം പാക്കെല്ലാം ചെയ്ത് കയറ്റി അയക്കും. ന്യൂസിലാൻഡിലേക്കും അമേരിക്കയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും എല്ലാം ഈ മല്ലി മാർക്കറ്റിൽ നിന്ന് പുഷ്പങ്ങൾ കയറ്റി അയക്കുന്നുണ്ട് എന്നുള്ളതാണ്. നൂറുകണക്കിന് വ്യത്യസ്തമായ പൂക്കളുടെ ഒരു കമനീയ ശേഖരം തന്നെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഏകദേശം നൂറുകണക്കിന് കോടി രൂപ വാർഷിക വരുമാനമുണ്ട് ഇവിടെ നിന്ന് എന്നുള്ളതാണ്. ഗംഭീരമായ കാഴ്ചകൾക്കുള്ളിലൂടെ ഞാനിങ്ങനെ നടക്കുകയാണ്. ഏതായാലും തീർച്ചയായിട്ടും ഈ കൽക്കത്തയിലൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ മല്ലിഘട്ട് മാർക്കറ്റ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 1.5 മീറ്ററോളം ഉയരത്തിൽ തട്ടുകളാക്കി തീർത്ത കടകളുടെ കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഞാനത് നേരത്തെ സൂചിപ്പിച്ചു. കാരണം ഈ ഹൂഗ്ലി നദിയിലെ മഴക്കാലത്ത് ഹൂഗ്ലി നദിയിലെ വെള്ളം പൊന്തുമ്പോൾ ഇതിലെല്ലാം നിറഞ്ഞ് കവിയും. അപ്പൊ അതിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇവിടുത്തെ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ പൂ കച്ചവടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, അതിന്റെ തൊഴിലാളികളൊക്കെ ഭൂരിഭാഗവും ഈ പൂക്കച്ചവടം നടക്കുന്ന ഭാഗത്ത് തന്നെയാണ് താമസിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. വലിയ തിക്കും തിരക്കുമാണ്. പൂ വാങ്ങാൻ വന്നവരുടെ തിരക്ക്, പൂ വിൽക്കാൻ വന്നവരുടെ തിരക്ക്. പിന്നെ അതുകൂടാതെ ഈ പൂവിൽപ്പനയൊക്കെ കൂടുതലും പേശലിലൂടെയും ലേലം വിളിയിലൂടെയൊക്കെയാണ് നടക്കുന്നത്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും മനോഹരമായി നിൽക്കേണ്ട ഒരു സ്ഥലമായിരുന്നു ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്രയേറെ ഭംഗിയുള്ള സുഗന്ധം വീശുന്ന ഈ പൂക്കളൊക്കെ ഈ വൃത്തിഹീനമായ സ്ഥലത്തിട്ട് കച്ചവടം ചെയ്യുന്നത് കാണുമ്പോൾ സത്യത്തിൽ ഇത് കാണാൻ വരുന്ന നമുക്കൊക്കെ സങ്കടമാണ് വരിക. ഇതൊക്കെ ലോകത്ത് മറ്റെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ സുന്ദരമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി തീരേണ്ട സ്ഥലങ്ങളായിരുന്നു. അപ്പോൾ വീണ്ടും ഈ താമരമൊട്ടുകളുടെ കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ഗംഭീരമായ ഇതൊക്കെ ഒരു 4-5 ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ വിടരുക. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞുള്ള ആവശ്യത്തിലേക്ക് വേണ്ട താമര മൊട്ടുകളാണ്. ഒരു ചേട്ടൻ തന്നെ അങ്ങനെ താമര മൊട്ടുകൾ കാണിച്ചു തരികയാണ്. ഇവിടെ ഒരു ചങ്ങാതി അലക്ഷ്യമായി ലോട്ടറി ടിക്കറ്റുകൾ വിൽക്കുന്ന കാഴ്ച കാണാം നമുക്ക്. പണ്ട് കേരളത്തിലുണ്ടായിരുന്ന കുയിൽ, മയിൽ, ഡിയർ എന്നൊക്കെ പറഞ്ഞ സിക്കിം സർക്കാരിന്റെ ലോട്ടറി ടിക്കറ്റാണ്. അങ്ങനെ ആ കേരളത്തിലെ പോലെ ഈ ലോട്ടറി ടിക്കറ്റിന് ആളുകൾ ആക്രാന്തമൊന്നും കാണിക്കുന്ന കാഴ്ച ഇവിടെ ഞാൻ കാണുന്നില്ല. ഇത് ചെമ്പരത്തി പൂവിന്റെ പൂവല്ല, മൊട്ടിന്റെ മാലയാണ്. അപ്പോ അവിടെയും ബാർഗൈനിങ്ങിലൂടെയാണ് കച്ചവടം നടക്കുന്നത്. അപ്പോ ഇതിന്റെ കാഴ്ചകളെല്ലാം കണ്ട് വീണ്ടും വീണ്ടും ഇതാ കോൺവോയ് ആയി ഒരു വണ്ടിയുടെ യാത്ര. അപ്പൊ ആ വണ്ടിയുടെ യാത്രയെല്ലാം കഴിഞ്ഞ് ഞാനിതാ വീണ്ടും ആ എന്താ പറയണ്ട റോഡിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. സുന്ദരമായ കാഴ്ചയായിരുന്നു എന്തായാലും. അപ്പോ മല്ലി മാർക്കറ്റിന്റെ കാഴ്ചകളിൽ നിന്നും പതുക്കെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ ഗംഭീരമായ മല്ലി മാർക്കറ്റിന്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ മറ്റുള്ളവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം.